ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ വളരെ വേഗം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാസ് ട്രബിളിന്റെ ബുദ്ധിമുട്ട് വളരെ വേഗം തന്നെ മാറി കിട്ടുന്നതാണ്. അതായത് ആദ്യം ഞാൻ പറഞ്ഞു, ഹൈപ്പോ അസിഡിറ്റി മൂലമുള്ള വ്യക്തികളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നെഞ്ചരിച്ചിൽ നമ്മുടെ ഈ ഗ്യാസ് ട്രബിളിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുക. ഒരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ ഭക്ഷണം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് ഈ സിംറ്റംസ് കാണിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ ഭക്ഷണത്തിന് നമ്മളിത് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ആപ്പിൾ സിഡർ വിനീഗർ 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവൾക്ക് വേണ്ടത്ര ഇഷ്യൂസ് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ മറ്റൊന്നാണ് ഇഞ്ചിയും മോരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ കഴിക്കുക. ഇതൊക്കെ ഈ ഹൈപ്പോ അസിഡിറ്റി മൂലമുള്ള ഈ ഗ്യാസ് ട്രബിൾ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ഞാൻ പറഞ്ഞു, ഹൈപ്പർ അസിഡിറ്റി മൂലമാണ് ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഹോം റെമഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കരിഞ്ജീരകം 1-2 ടീസ്പൂൺ പൊടിച്ചിട്ട് അല്പം തേൻ, അതായത് 1 ടീസ്പൂൺ തേനിനകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ നന്നാറിയുടെ വേര് ചതച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ്. നമ്മൾ പ്രോബയോട്ടിക്സ്, അതായത് തൈര് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്. അതേപോലെ ചെയ്യാവുന്ന മറ്റുള്ള കാര്യങ്ങളാണ് അയമോദക ഇട്ട വെള്ളം, തിളപ്പിച്ച വെള്ളം ഇളം ചൂടോട് കൂടി കഴിക്കുന്നത് നമ്മുടെ ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നല്ല ജീരകം ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം, അത് നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അസിഡിറ്റി കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ 1-2 വെളുത്തുള്ളി ഇട്ടിട്ട് 1 ഗ്ലാസ് പാല് തിളപ്പിക്കുക. എന്നിട്ട് ദിവസവും രാത്രിയിൽ ഇത്തരത്തിൽ കുടിക്കുന്നത് ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. നമ്മൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്ന മൂലം തന്നെ അവർക്ക്